പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല ഒരു ദിനം ആശംസിക്കുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, അവധി ദിവസമാണ്. പ്രത്യേകിച്ചും ക്രിസ്മസിന് തലേ ദിവസമുള്ള ഒരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായും എല്ലാവരും ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും. ആഘോഷമൊക്കെ തകർക്കട്ടെ, എല്ലാ ആഘോഷങ്ങളും കളറാകട്ടെ. അങ്ങനെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളത്തിലേക്ക് കടക്കുമ്പോൾ വാർത്തകൾ നിരവധിയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭയിലെ മാറ്റത്തിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ചും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും 2.5 വർഷം എന്നുള്ള കാലാവധി പൂർത്തിയാക്കി മറ്റ് 2 മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനം. ആ കാര്യത്തിൽ ഇന്ന് കൃത്യമായ ഒരു വ്യക്തത വരും. എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ എന്നത് അടക്കമുള്ള കാര്യത്തിൽ വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും ഇതായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഫോക്കസും. മറ്റ് നിരവധി വാർത്തകളുടെ വിശദമായി നോക്കാം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രഭാതകാലത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ LDF യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഫോക്കസായി മാറുന്നത്. നമുക്ക് വിശദമായി നോക്കാം. മന്ത്രിസഭയിലെ മാറ്റം തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുകയാണ്. മുന്നണി ധാരണയനുസരിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഉടൻ രാജിവെക്കും. കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലെത്തും. 29-ന് വൈകിട്ട് 4:30-ാകും സത്യപ്രതിജ്ഞ. 2.5 വർഷത്തിനു ശേഷം 2 മന്ത്രിമാർ മാറുമെന്ന മുന്നണി ധാരണ പാലിക്കാൻ നേരത്തെ ഇടതുമുന്നണി തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് 2 മന്ത്രിമാരുടെ രാജി ഉടൻ ഉണ്ടാകുക. ഇന്ന് ചേർന്ന മുന്നണി യോഗം മന്ത്രിമാരുടെ രാജിയും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 29-ന് തന്നെ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. കെ ബി ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തും. ആന്റണി രാജുവിന് പകരക്കാരനായാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഗതാഗത വകുപ്പ് തന്നെ കെ ബി ഗണേഷ് കുമാർ ലഭിച്ചേക്കും. ഗണേഷ് കുമാർ നേരത്തെ KSRTC അടക്കമുള്ള ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായി ഭരണപരിചയമുള്ളയാളാണ്. മറ്റു വകുപ്പ് ഏതെങ്കിലും വകുപ്പ് വേണമെന്ന ആഗ്രഹം കെ ബി ഗണേഷ് കുമാർ ഉണ്ടെങ്കിലും തൽക്കാലം മുന്നണി നേതൃത്വം അതിന് വഴങ്ങാൻ ഇടയില്ല. കെ ബി ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ബിയും പുതിയൊരു വകുപ്പിനായി സമ്മർദ്ദം ചെലുത്താനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ കെ ബി ഗണേഷ് കുമാർ വീണ്ടും സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രിയാകും. രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്ന മറ്റൊരു പുതുമുഖം. അദ്ദേഹം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും അംഗമായിരുന്നു. അദ്ദേഹം നേരത്തെ ഭരിച്ചിരുന്ന തുറമുഖ പുരാവസ്തു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. അഹമ്മദ് ദേവർകോവിലിന്റെ പകരക്കാരനായാണ് കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി പിണറായി മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തുക. 2.5 വർഷത്തെ സമയം പരിധി 1 മാസത്തിലേറെ നീണ്ടുകിട്ടി നവകേരള സദസ് നടന്നതുകൊണ്ട് തന്നെ. അതായത് വൈകാതെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. 29-ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ മന്ത്രിമാർ പഴയ 2 മന്ത്രിമാർ രാജിവെക്കാനും സാധ്യതയുണ്ട്. നവകേരള യാത്രയുടെ സദസ്സിൻ്റെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പ്രാഥമിക വിലയിരുത്തലാകും. നവകേരള സദസ്സ് വലിയ വിജയമായെന്ന് മുന്നണി നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ വിലയിരുത്തലുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും മുന്നണി യോഗം തീരുമാനിക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണം സംഘടനാ സംവിധാനങ്ങളെ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളെ ഇടക്കി മറിച്ച പ്രചരണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം കൂടുതൽ സജീവമായതായി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ സഹായിച്ചെന്നും ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുന്നു. ഏതായാലും വളരെ നിർണായകമായ നേതൃയോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. അതാണ് അരുൺ സൂചിപ്പിച്ച പോലെ വളരെ നിർണായകമായ നേതൃയോഗം തലസ്ഥാനത്ത് ചേരുന്നു. 2.5 വർഷം പൂർത്തിയായ 2 മന്ത്രിമാർ മാറി പകരം 2 മന്ത്രിമാർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. 2.5 വർഷം ഈ നവംബർ ആദ്യം പൂർത്തിയതാണെങ്കിൽ കൂടിയും തന്നോടൊപ്പം ഇത്രയും നാളും ഉണ്ടായിരുന്ന മന്ത്രിമാർ നവകേരള സദസ്സിന്റെയും ഭാഗമാകട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു ഇത്രയും നാളും ഈ മന്ത്രിസഭ അല്ലെങ്കിൽ 2 മന്ത്രിമാർ സഭയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായി മാറി. എന്നാലും ഇന്ന് ആ കാര്യത്തിലൊരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചാണ് നവകേരള സദസ്സ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു. സർക്കാരിനെതിരെയുള്ള ഉശിരൻ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷവും പോരിന് സജ്ജമായി.
കാസർഗോഡ് സർക്കാർ അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് നവകേരള ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയവും ഒപ്പം ചലിച്ചു. ബസിന്റെ ആഡംബരം എത്ര എന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദം. പിന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി. രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സർക്കാർ പരിപാടി മാത്രമാണെന്നും പറഞ്ഞ സർക്കാർ പ്രതിരോധിച്ചു. എങ്കിലും നവകേരള സദസ്സിന്റെ ആദ്യവസാനം ഉയർന്നു കേട്ടത് രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഞ്ഞടിച്ചു. നവകേരള സദസ്സിന്റെ വേദികളിൽ ഉള്ള പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷം മറുപടിയുമായി എത്തി. കല്യാശ്ശേരിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM അനുഭാവികൾ മർദ്ദിച്ചതും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതും വലിയ വിവാദമായി. യാത്ര പോകെ പോകെ ഭരണ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ തെരുവുകളെ യുദ്ധക്കളമാക്കി. സർവകലാശാല സെനറ്റുകളിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിനെതിരെ SFI തെരുവിലിറങ്ങി. ഗവർണറുടെ മറുപടിയും തെരുവിലിറങ്ങി SFIയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറും ഗവർണർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെന്ന് രാഷ്ട്രപതിക്ക് പരാതി അയച്ച മുഖ്യമന്ത്രിയും പോരു കടുപ്പിച്ചു. ബ്രാഞ്ച് തലം മുതൽ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തെ സജീവമാക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു എന്ന് ഉറപ്പ്. ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷത്തിനും അടിയും തിരിച്ചടിയും കൊണ്ട് ജീവൻ വച്ചു. അവസാന ലാപ്പിൽ പ്രതിഷേധങ്ങളുമായി BJPയും കളം പിടിച്ചു. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കുകയായിരുന്നു ഭരണമുന്നണിയും UDFും BJPയും. പ്രധാനമന്ത്രിയുടെ വരവും സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രയും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേഗം നൽകും. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ മുന്നേറ്റമുണ്ടാക്കാനാണ് UDF ശ്രമം. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്തും ഗവർണർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടിയും ഇടതുമുന്നണിയും തയ്യാറെടുക്കുകയാണ്. നവകേരള സദസ്സിനായി നാടിളക്കി മറിച്ചുള്ള പ്രചരണ പരിപാടികളിലൂടെ ഭരണപക്ഷവും സർക്കാരിനെതിരായ സമര പരമ്പരകളിലൂടെ പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നാളുകൾ. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിനെതിരെ നേതാക്കളെ പ്രതികളാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. സുധാകരനെ 1 VD സതീശനെ 2 പ്രതിയാക്കിയാണ് കേസ്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി, JB മേത്തർ എന്നിവരും പ്രതികളാണ്. കണ്ടാലറിയാവുന്ന 500ഓളം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ്. ഇനി നോക്കാം ISL വാർത്തകൾ. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 8 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. എവേ മത്സരത്തിലേറ്റ തോൽവിക്ക് സ്വന്തം കളിത്തട്ടിൽ പകരം വീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. മുംബൈക്കെതിരെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനിത് 2ാം പോരാട്ടം. എവേ മത്സരത്തിലേറ്റ ക്ഷീണം തീർക്കാനാണ് മഞ്ഞപ്പട ഇന്ന് സ്വന്തം മൈതാനത്തിറങ്ങുക. ലക്ഷ്യം മുംബൈയെ തകർത്ത് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തുക മാത്രമല്ല, മുംബൈയിൽ തന്നെ നടന്ന ത്രില്ലർ പോരാട്ടത്തിലെ കയ്യാങ്കളിക്ക് പകരം വീട്ടുകയും വേണം. ലൂണയുടെ അഭാവത്തിലാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്നാൽ സെൻട്രൽ മിഡ്ഫീൽഡർ ഡാനിഷ് ഫറൂഖും പ്രതിരോധ താരം പ്രഭീർ ദാസും സ്റ്റാർട്ടിംഗ് 11-ൽ തിരിച്ചെത്തും. I expect a good game, of course, against a good opponent. We like to compete and we like to play these kind of games, especially the players. They like these kind of moments, you know, especially when you are fighting for the places on top of the ranking. So, of course, as a sportsman, you expect a good game, to see good things on the pitch, and that the players enjoy, especially because it's Christmas Eve. So it's a luxury to play on Christmas Eve all around the world. I was mentioning that not long time ago. ATK മോഹൻ ബഗാനെതിരെ മുംബൈ സിറ്റിയുടെ കഴിഞ്ഞ മത്സരം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. മത്സരത്തിൽ മുംബൈയുടെ 4 കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ആകാശ് മിശ്ര, രാഹുൽ ബേക്കെ, ഗ്രേഗ് സ്റ്റുവർട്ട്, വിക്രം പ്രതാപ് സിംഗ് എന്നിവർ ഇല്ലാതെയാണ് മുംബൈ ഇറങ്ങുക. ഇതോടെ കടലാസിൽ ബ്ലാസ്റ്റേഴ്സിന് കരുത്തേറി. Since we all gathered together, Arco, Luna, then you create kind of playing style and energy that was the main sample of our team, Kerala Blasters.
Now missing that kind of players, it is quite impossible to replace them. So this is the fact. ജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തരാകില്ല. പ്ലേ മേക്കർ ലൂണയില്ലാതെ കരുത്തരായ മുംബൈയെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സീസണിൽ മുംബൈയുടെ അപരാജിത കുതിപ്പ് തടയാൻ ബ്ലാസ്റ്റേഴ്സിനായാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുമെത്താം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പരിശീലനത്തിനിടെ പരിക്കേറ്റ നായകനും പ്ലേ മേക്കറുമായ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. അഡ്രിയാൻ ലൂണയ്ക്ക് ഈ സീസൺ നഷ്ടമാകുമെന്ന് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞിരുന്നു. കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം ഇപ്പോൾ വിശ്രമത്തിലാണ്. ആരോഗ്യവാനായി വൈകാതെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകൾക്കാണ് തിരിച്ചടിയായത്. ഒരു മാന്ത്രികനായിരുന്നു അയാൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയവും ബുദ്ധിയും. അഡ്രിയാൻ ലൂണ എന്ന ഉറുഗ്വൈ താരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിന് പിന്നിൽ. ബ്ലാസ്റ്റേഴ്സിനായി 3ാം സീസണിൽ ബൂട്ടുകെട്ടിയ ലൂണയാണ് യെല്ലോ ആർമിയുടെ കളിയാസൂത്രകനും ക്യാപ്റ്റനും നമ്പർ 10-ഉം. ഗോൾ അടുപ്പിച്ചും അടിച്ചും കളം നിറയുന്ന താരത്തിന്റെ മടക്കം നിരാശരാക്കിയത് ടീമിനെ മാത്രമല്ല, മഞ്ഞപ്പടയുമാണ്. മിഡ്ഫീൽഡിൽ കളിമെനയുന്ന ലൂണ പുറത്തായതോടെ തുടർ മത്സരങ്ങളിലെ തന്ത്രങ്ങളിലും പദ്ധതികളിലും മാറ്റം വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരായിരിക്കുകയാണ്. ലൂണ ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാനാകില്ലെന്നായിരുന്നു പരിശീലകന്റെ പ്രതികരണം. It's difficult to predict because now it will be the game we played in Delhi against Punjab on 14th of December. It was operated that day. It will take first 5-6 weeks for the first recovery process, then he'll be back after the Super Cup. He'll be back in Kochi to continue the recovery process with us, and then depending on that recovery process, we'll see when he will be back. Very difficult to predict. അതേസമയം ലൂണയുടെ പകരക്കാരനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ താരത്തെ ടീമിലെത്തിക്കുമെന്നും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. Get ready for the game, get the job done, and that's it. And I'm happy to see some of youngsters who are very hungry to show their qualities, to fight for the sport, to fight on the pitch for Kerala Blasters. That's what makes us happy. So maybe our next games will be a kind of struggle, fight, but you have to manage it to get the points. സീസണിൽ ഇതുവരെ 9 മത്സരങ്ങൾ കളിച്ച ലൂണ 3 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. എന്തായാലും ലൂണ എഫക്റ്റ് ഇനി ഈ സീസണിൽ ആരാധകർ മിസ് ചെയ്യുമെന്നുറപ്പ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിലെ തോൽവിക്ക് കൊച്ചിയിൽ പകരം വീട്ടുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC. ഇന്ന് രാത്രി 7 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ അറബിക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. ഗുജറാത്ത് തീരത്തിനടുത്താണ് വെച്ച് സംഭവമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ലൈബീരിയയിൽ നിന്നുള്ള കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണോ എന്നും സംശയമുണ്ട്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേർന്നു. സുവി, വളരെ ഗൗരവമുള്ള സംഭവമാണ് കപ്പലിനെതിരെ ഡ്രോൺ ആക്രമണം. എന്തെങ്കിലും ഒരു വ്യക്തത എന്താണ് സംഭവിച്ചത് എന്നതിൽ വന്നിട്ടുണ്ടോ? ഇത് ലൈബീരിയയിൽ നിന്നുള്ള കപ്പലാണ്. എങ്ങോട്ടേക്കാണ്? ഇന്ത്യൻ തീരത്തേക്കുള്ളതാണോ? രഞ്ജിനി, അപ്രതീക്ഷിതമായൊരു ആക്രമണമാണ് ലൈബീരിയൻ കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഗുജറാത്ത് തീരത്തിന് സമീപത്ത്, അതായത് വരാവലിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് അൽജുബൈലിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വരികയായിരുന്നു ഈ കപ്പൽ. ന്യൂ മാംഗ്ലൂരിലെ ടച്ച് ചെയ്തിട്ടാണ് ഈ കപ്പൽ പോകുന്നതെന്നാണ് പറയുന്നത്. ആ കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 21 ഇന്ത്യക്കാർ ഈ ഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും നേവി ഇവരുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇവരുടെ സഹായത്തിന് എത്തിയിട്ടുണ്ട്. വിക്രം എന്ന് പറയുന്ന ഒരു പെട്രോളിംഗ് വെസലും അതുപോലെ തന്നെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റും ഇവരുടെ, അതായത് ഈ ചരക്ക് കപ്പലിന്റെ സഹായത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ചരക്ക് കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കപ്പലിന് നേരെ ഉണ്ടായത് അപ്രതീക്ഷിതമായ ആക്രമണമാണെങ്കിലും ആരാണ് ഇതിന് ആക്രമണം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്വവും ആരും ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ട് എന്നൊരു സംശയമാണ് ഉയരുന്നത്. ഏതായാലും ഇസ്രായേലിന് ഇതിൽ പങ്കുണ്ട് എന്ന് അമേരിക്ക
പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൂതി വംശജർ യമനിലെ, അതായത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഈ ചെങ്കടൽ മേഖലയിൽ ഹൂതി വംശജർ നിരന്തരം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്നൊരു സംശയമാണുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. ചരക്ക് കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിനി, അതായത് സുവി സൂചിപ്പിച്ച പോലെ ഈ ചെങ്കടലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്. ഹൂതി വംശജർ ഇസ്രയേലിലേക്ക് വരുന്ന കപ്പലുകൾക്ക് നേരെയൊക്കെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ചെങ്കടലിൽ കാര്യങ്ങൾ സങ്കീർണമാണ് താനും. അതിൻ്റെ ഒരു മറുപടി ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംഭവിച്ചതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ? ഇസ്രയേലാണ് എന്ന് അമേരിക്ക പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? തീർച്ചയായും ഈ ചെങ്കടൽ മേഖലയിൽ, അതായത് ഹമാസ് യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഈ ചെങ്കടൽ മേഖലയിൽ നിരന്തരം ഈ ചരക്ക് കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നിലവിൽ പ്രാഥമികമായി ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. പ്രാഥമികമായ വിവരം മാത്രമാണ്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇത് ഇസ്രായേലിനാണ് ഇതിൽ പങ്കുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ യമനിലെ ഹൂതിക്കാർക്ക് ഇസ്രായേലുമായി കൂടുതൽ അടുപ്പമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് പറയുന്നത്. ഏതായാലും ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേവിയും അതുമായി കോസ്റ്റ് ഗാർഡും ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കപ്പൽ അടിയന്തരമായി മുംബൈ തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി, എന്തായാലും ഇപ്പോൾ അമേരിക്ക ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന ഒരു സംശയം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനപ്പുറം ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ അന്വേഷണം പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഇന്നലെ രാത്രി ഉണ്ടായത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും നേവി പറയുന്നത്, അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്, ഇങ്ങനെയൊരു ആക്രമണം നടന്നു, അത് ഡ്രോൺ ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നേവി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കപ്പലിന് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഡോണിയർ എയർക്രാഫ്റ്റും അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലും ഇപ്പോൾ ഈ കപ്പലിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കപ്പൽ വരാവലിന് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവർ ഈ കപ്പൽ ഇപ്പോൾ മുംബൈ തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്കും മറ്റ് അന്വേഷണങ്ങൾക്ക് ശേഷവും മാത്രമേ ആരാണ് ഇതിന് പിന്നിൽ എന്ന് വ്യക്തമാകൂ എന്നാണ് നേവി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക പ്രതികരണങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. രഞ്ജിനി, സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. അറബിക്കടലിൽ ലൈബീരിയൻ നിന്നും പുറപ്പെട്ട കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ആർക്കും പരിക്കില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നതിലടക്കം വ്യക്തത വരണം. സ്വാഭാവികമായും വരും മണിക്കൂറിൽ അത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സുവിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി നാടും നഗരവും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന നടക്കും. ക്രിസ്മസിനോടനുബന്ധിച്ച് വിപണിയും സജീവമാണ്. കേക്ക്, നക്ഷത്ര വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. കലൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും നവമി ദിനേശ് ചേരുന്നു. നവമി, വെരി ഗുഡ് മോർണിംഗ്. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും. ഒരു ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസ് തലേദിവസം എല്ലാവരും അതിനെ വരവേൽക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. നവമിയുടെ ഡ്രസ്സിലടക്കം അത് വ്യക്തമാണ്. റെഡ് ഡ്രസ്സൊക്കെ ഇന്നേ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് കൊച്ചിയിലെ വിപണികളൊക്കെ എത്രത്തോളം സജീവമാണ്? എങ്ങനെയാണ് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷം? പള്ളികളിലെ പാതിരാ കുർബാനകളൊക്കെ എപ്രകാരമാണ്? രഞ്ജിനി, ആദ്യം തന്നെ ഒരു മെറി ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലാണ്. ഇവിടെ ഞായറാഴ്ച കുർബാന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ കുർബാനകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷയും എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. കൊച്ചി നഗരം അങ്ങനെ ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. വിശ്വാസികളെല്ലാം, ക്രൈസ്തവ വിശ്വാസികളെല്ലാം പള്ളികളിൽ ഇന്ന് കുർബാന അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാതിരാ കുർബാന, രാത്രി നടക്കുന്ന പാതിരാ കുർബാനയിലുമൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും തയ്യാറായി. അങ്ങനെ എല്ലാവരും, എല്ലാ ക്രൈസ്തവ വിശ്വാസികളും തിരുപ്പിറവി ആഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. പള്ളികളെല്ലാം അലങ്കരിച്ച് പുൽക്കൂടും നക്ഷത്രങ്ങളും ലൈറ്റും എല്ലാം ഇട്ട് തിളങ്ങി. വൈകുന്നേരം ഇവിടെയൊക്കെ നമുക്ക് ഈ പള്ളികളിലൊക്കെ വന്നിരിക്കുമ്പോൾ മനസ്സിന് തന്നെ വളരെ
കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. ഇനി കൊച്ചിയിലെ പള്ളികളിലേക്ക് വന്നാൽ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് രാത്രി പാതിരാ കുർബാന നടക്കുന്നത്. വരാപ്പുഴ അതിരൂപതയിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയ കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽപ്പറമ്പിലായിരിക്കും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. സിറോ മലബാർ സഭ ആസ്ഥാനത്തേക്ക് വന്നാൽ മൗണ്ട് തോമസ് പള്ളിയിലായിരിക്കും ഇന്നുള്ള പാതിരാ കുർബാന നടക്കുന്നത്. അത് ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലായിരിക്കും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ഇന്നുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചിയിലുള്ള എല്ലാ പള്ളികളും ക്രിസ്മസിന് തിരുപ്പിറവിക്കുള്ള തയ്യാറെടുപ്പിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. വിപണികളുമൊക്കെ വലിയ സജീവമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രോഡ്വേ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വന്നാൽ എപ്പോഴും സജീവമാകുന്ന വിപണികളിൽ ഒന്ന് അത് തീർച്ചയായും ബ്രോഡ്വേ തന്നെയായിരിക്കും. അവിടെയൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെയും രാത്രിയൊക്കെ വലിയ തിരക്കായിരുന്നു. അത്തരത്തിൽ കൊച്ചി നഗരം എല്ലാ രീതിയിലും ഇത്തരം ഒരു ക്രിസ്മസ് ആഘോഷത്തിനായി തയ്യാറെടുത്തിട്ടുണ്ട്. നമ്മൾ പള്ളികളിലെ ആളുകൾ കുർബാന അർപ്പിക്കാനായിട്ട് വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ? എല്ലാം നല്ല അടിപൊളി. ഇന്ന് രാത്രിയോടെയാണ് എല്ലാം തകർക്കം ഉറപ്പാണ്. ഒരുക്കങ്ങളെല്ലാം എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കണം. നാളെ എന്താ വീട്ടിൽ സ്പെഷ്യല്? നാളെ ഒന്നും പറയണ്ടല്ല, എല്ലാം ഭയങ്കരമായ സദ്യ ഒരുക്കങ്ങളാണ്. അപ്പൊ ഞങ്ങള് വന്ന പിന്നെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ന്യൂസ് 18 പ്രേക്ഷകർ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് ചേട്ടന്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എവിടെയാ വീട്? വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത്. ചേട്ടന്റെ പേര്? രാജു ആന്റണി. അപ്പൊ രാജുചേട്ടന്റെ വീട്ടിൽ ചെന്നാൽ നാളെ എല്ലാവർക്കും നല്ല വിഭവസമൃദ്ധമായ ആഹാരം കിട്ടും. അങ്ങനെ എല്ലാവരും പള്ളികളിലും എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ചേട്ടാ, ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. പിന്നെ എങ്ങനെയാ കുടുംബത്തിലുള്ള എല്ലാവരും ഒക്കെ മക്കളൊക്കെ ഒന്നിച്ചു ചേരുന്ന ദിവസമാണോ? അതെ അതെ അതെ. ക്രിസ്മസ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് പാതിരാ കുർബാനയ്ക്കൊക്കെ ചേട്ടാ, എന്താണ് ഒരുക്കങ്ങളൊക്കെ? എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കളും കുടുംബം എല്ലാരും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു ദിവസം കൂടിയാണല്ലോ നാളെ. അതെ അതെ, അങ്ങനെ തന്നെയായിട്ട്. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിപണികളും സജീവമാണ്. പള്ളികളിലെ എല്ലാ ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പള്ളികളൊക്കെ വൈകുന്നേരം ഒരു രാത്രി സമയത്ത് വന്നാലാണ് അതിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാമായി പള്ളികളും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഒക്കെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുപ്പിറവിയുടെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പാതിരാ കുർബാനയോടുകൂടിയാണ് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. പിന്നീട് നാളെ രാവിലെയും പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. അതിനുശേഷമാണ് എല്ലാവരും വീടുകളിൽ ഒന്നിച്ച് കുടുംബവും മക്കളും എല്ലാവരുമായി ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസത്തിനായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. രഞ്ജിനി, അതാണ് ക്രിസ്മസിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ വിശ്വാസികളും. ഇന്ന് രാത്രിയോടുകൂടി പാതിരാ കുർബാന അടക്കം നടക്കും. നാളെ രാവിലെയും പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി പരിശോധിക്കാം. ക്രിസ്മസ് തലേന്നും കുർബാന ഏകീകരണത്തിൽ തർക്കം തീരാതെ സിറോ മലബാർ സഭ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം ക്രിസ്മസ് മുതൽ നടപ്പാക്കണമെന്ന വത്തിക്കാൻ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഇതിനായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കാൻ ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കുമെങ്കിലും അത് തുടരില്ല എന്ന് വിമത വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ഏകീകരിച്ച രീതിയിൽ പാതിരാ കുർബാന അർപ്പിക്കണമെന്ന കാര്യത്തിൽ വൈദികർക്കിടയിലും ഒരു വിഭാഗം വിശ്വാസികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക തുറക്കുന്ന കാര്യത്തിലും അന്തിമ തീരുമാനമായിട്ടില്ല. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 18-ാം പടി കയറ്റിയത്
97,286 തീർത്ഥാടകരെയാണ്. ഇന്നും ദർശനത്തിന് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അവധി ദിവസങ്ങളാണ്. ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് ഞായർ, നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ അവധി ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കും സന്നിധാനത്തുണ്ടാകും. എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പമ്പ മുതലുള്ള നിയന്ത്രണങ്ങളാണോ കണ്ടുവരുന്നത്? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക്, നമുക്കറിയാം ഇത് അവധി ദിവസങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാത്രമല്ല മണ്ഡല പൂജയുടെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇനി 28-ാം തീയതി 27-ാം തീയതി രാത്രി നടയടയ്ക്കും. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെർച്വൽ ക്യൂ വഴി ഇന്നും ഏതാണ്ട് 90,000-ഓളം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷത്തോളം പേർ എങ്ങനെയായാലും ഇന്ന് ഇവിടെ കടന്നെത്തും എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് അധികൃതർക്ക് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പാച്ചിമേട് വരെ തന്നെ അയ്യപ്പന്മാരുടെ വരി നീണ്ടിരിക്കുന്നു. സാധാരണ മരക്കൂട്ടം മുതലാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അതിനു മുൻപ് തന്നെ അപ്പാച്ചിമേട് മുതൽ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ്. മണിക്കൂറുകളെടുക്കും. സ്വാഭാവികമായിട്ടും 8-10 മണിക്കൂറുകളൊക്കെ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം സന്നിധാനത്തുണ്ട്. ഇപ്പോൾ ഇനി പമ്പയിൽ നിന്ന് കൃത്യമായ ഇടവേളകൾ, അതായത് അരമണിക്കൂർ വെച്ച് ഇടവേളകളെടുത്താണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രാവിലെ അയ്യപ്പന്മാർ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ വേഗതയും എണ്ണവും കൂടി കണക്കാക്കിയാണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുക. എന്താണെങ്കിലും ഒരു 10 മണി വരേക്ക് ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും പമ്പയിലും ഉണ്ടാവുക. തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കുമുള്ള അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അത് പഴയ പോലെ ഏതെങ്കിലും ഒരു വഴിയിലായിരിക്കില്ല, മറിച്ച് ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിലായിരിക്കും ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഈ സമയം വരേക്ക് 25,000-ഓളം അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റിയിട്ടുണ്ട്. അതായത് മണിക്കൂറിൽ 4,000-ത്തിലധികം പേർ ഇവിടെ 18-ാം പടി കയറുന്നു എന്നാണ് പോലീസിൻ്റെ കണക്ക്. അത് വലിയ ഒരു സംഖ്യയാണ്. കാരണം 18-ാം പടിയിൽ പോലീസ് അയ്യപ്പന്മാർ ഈ തീർത്ഥാടകരെ പടി കയറ്റി വിടുന്നതിൻ്റെ വേഗതയ്ക്കനുസരിച്ചാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതും അത് തിരക്ക് കൂടുന്നതും. അപ്പോൾ പരമാവധി വേഗത്തിൽ ഇവിടെ അയ്യപ്പന്മാരെ പടി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് പമ്പ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 8-10 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് പമ്പയിൽ സന്നിധാനത്ത് എത്താൻ എടുക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രഞ്ജിനി. CV അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ച. അനുമോദം, നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്തായാലും സന്നിധാനത്ത് തിരക്ക് തുടരുന്നു, നിയന്ത്രണങ്ങൾ പമ്പ മുതലുണ്ട്. അനുമോദാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര തുടരുകയാണ്. 2ാം ദിനമായി ഇന്ന് ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുക. മറ്റന്നാൾ വൈകിട്ട് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശശി, ഗുഡ് മോർണിംഗ്. തങ്കയങ്കി ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. മറ്റന്നാൾ സന്നിധാനത്തെത്തി തിരുവാഭരണം ചാർത്തിയുള്ള പൂജകൾ നടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത്? എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. തങ്കയങ്കി രഥഘോഷയാത്ര ഇന്നലെ ആറന്മുള പാർസാർ ക്ഷേത്രത്തിൽ ഇന്നലെ രാവിലെയാണ് പുറപ്പെട്ടത്. അത് ഇന്നലെ വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റതിനു ശേഷമാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ തങ്കയങ്കി എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം തന്നെ ഓമല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി വീണ്ടും പുറപ്പെടും. 3 ദിവസം എടുത്താണ് തങ്കയങ്കി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ ഏറ്റ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലെയും സ്വീകരണങ്ങൾ, ഭക്തർ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ തങ്കയങ്കി രാത്രി 8 മണിയോടെ എത്തിച്ചേരും. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇന്ന് വിശ്രമം ഉണ്ടാകുക. തുടർന്ന് നാളെ രാവിലെ 8 മണിക്ക് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലും ഭക്തർ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അവിടെയാണ് വിശ്രമം ഉണ്ടാകുക. അവിടുന്നാണ് മറ്റന്നാൾ രാവിലെ പുറപ്പെട്ട് സന്നിധാനത്ത് തങ്കയങ്കി എത്തിച്ചേരുകയും പിന്നീട് തങ്കയങ്കി ചേർത്തി ദീപാരാധന നടക്കുകയും 27-നാണ് മണ്ഡല പൂജയും നടക്കുക. എന്തായാലും വലിയ ഒരു ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ഭക്തർ തങ്കയങ്കിയെ വരവേൽക്കുന്നത്. കടന്ന് വരുന്ന വീഥികളിലെല്ലാം നിലവിളക്ക് നിർവറയും വെച്ചാണ് തങ്കയങ്കിയെ സ്വീകരിക്കുന്നത്. വലിയ സുരക്ഷയാണ് തങ്കയങ്കി ഘോഷയാത്ര കടന്നു. ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് പ്രധാന റോഡുകളിലൂടെ തങ്കയങ്കി കടന്നു വരുമ്പോൾ ഇപ്പോൾ ഈ നിലവിലുള്ള അയ്യപ്പന്മാരുടെ
ഒരു തിരക്കും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണം ഈ യാത്രയെ ചില സമയക്രമത്തെ ചിലപ്പം ഒരു പരിധി വരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം നിലവിൽ പല സ്ഥലങ്ങളിലും തീർത്ഥാടകരെ പ്രധാന റോഡുകളിലൊക്കെ ഈ ശബരിമല തിരക്ക് കാരണം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തങ്കയങ്കി രഥഘോഷയാത്രയിൽ കൂടി പ്രധാന റോഡുകളിൽ ശബരിമല റോഡുകളിൽ എത്തുമ്പോൾ ഒരു സമയക്രമം പാലിക്കാൻ കഴിയാതെ വരും എന്നൊരു ആശങ്കയുണ്ട്. എന്തായാലും അതെല്ലാം ഇപ്പോൾ പരമാവധി പരിഹരിച്ചുകൊണ്ടാണ് തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു പോകുന്നത്. ഓരോ സ്ഥലങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ അതുപോലൊക്കെ ഭക്തരൊരുക്കിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തങ്കയങ്കിക്ക് ദർശിക്കാനും അവിടെ കണ്ടു തൊഴുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് വാഹനം കടന്നു പോകുന്നത്. എന്തായാലും ഓമല്ലൂർ രക്തസാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലങ്ങളിലെയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലും ചെറിയ ഇടങ്ങളിലൊക്കെ ദർശന ശേഷം കോന്നി മുരിങ്ങമല ക്ഷേത്രത്തിൽ രാത്രിയോടുകൂടി തങ്കയങ്കി രഥഘോഷയാത്ര എത്തിച്ചേരും. അവിടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ വീണ്ടും പുറപ്പെട്ട് തങ്കയങ്കി വീണ്ടും പെരുന്നാടെത്തും. അവിടെ നിന്നാണ് സന്നിധാനത്ത് എത്തിയത്. എന്തായാലും വലിയ ഭക്തിയ ജനത്തിരക്കാണ് തങ്കയങ്കി കടന്നു പോകുന്ന പാതകളിലൊക്കെ ഓരോ ഇടങ്ങളിലും അനുഭവപ്പെടുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിൽ തങ്കയങ്കി രഥഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. രഞ്ജിനി. ശരി, ശശിനാരായണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശബരിമല സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന് മാളിയപ്പുറം ക്ഷേത്രസന്നിധി വഴി നടപ്പന്തൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. വർണ്ണക്കാവടിയും മയൂരനൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തുടർച്ചയായ 2ാം ദിവസമാണ് ശബരിമല സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര നടക്കുന്നത്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗമിന്ന്. പ്രദർശന നഗരിയുടെ വാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്ന് പൂരം ചടങ്ങ് മാത്രമാക്കി നടത്താൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തീരുമാനിച്ചിരുന്നു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ 6 ഏക്കർ ഭൂമിയാണ് പൂരം പ്രദർശനത്തിനായി വിട്ടു നൽകാറുള്ളത്. 42 ലക്ഷമായിരുന്ന വാടക 2.5 കോടിയോളമാക്കിയാണ് ഉയർത്തിയത്. CPM പ്രതിനിധിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ പൂരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സമരമുഖത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടലുണ്ടായിരിക്കുന്നത്. മന്ത്രി കെ രാജനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. മുംബൈയിലെ തോൽവിക്ക് കൊച്ചിയിൽ പകരം വീട്ടുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC ഇന്ന് രാത്രി 7 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. ഈ പുണ്യ ദിനത്തിൻ്റെ എല്ലാ നന്മകളിലേക്കും നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഫർണിച്ചറിന്റെ
യെസ്, പ്രഭാത കേരളം തുടരുകയാണ്. കാസർഗോഡ് റാണിപുരം പന്തിക്കാൽ നീലച്ചാലിൽ വൃദ്ധ ദമ്പതിമാരെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. 84-കാരനായ മുൻ പഞ്ചായത്ത് അംഗം കൃഷ്ണനായിക്, 80-കാരിയായ ഭാര്യ ഐത്തമ്മ ഭായി എന്നിവരാണ് മരിച്ചത്. 7 മണിയോടെ വീട്ടിലെത്തിയ മകനാണ് മാതാപിതാക്കളെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടത്. നാട്ടുകാർ ഇരുവരെയും പുറത്തെത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി റൂഫിംഗ് ഷീറ്റുകളിൽ വെയിറ്റ് രേഖപ്പെടുത്തി പുതുവിപ്ലവം തീർത്തിരിക്കുകയാണ് മെറ്റ്ലീഫ് ഇന്ത്യ റൂഫിംഗ് ഷീറ്റ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റൂഫിംഗ് ഷീറ്റുകൾക്ക് സൗത്ത് ഇന്ത്യൻ വിപണിയിൽ പ്രിയമേറുകയാണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് റൂഫിംഗ് ഷീറ്റുകൾ. വിപണിയിലെ വിപുലമായ സാധ്യതകൾ മനസ്സിലാക്കിയാണ് മുംബൈ ആസ്ഥാനമായ മെറ്റ്ലീഫ് വിപണിയിൽ വിപ്ലവം തീർക്കാൻ ഒരുങ്ങുന്നത്. വിവിധ മോഡലുകൾക്ക് 10 മുതൽ 15 വർഷം വരെ വാറണ്ടി നൽകുന്നു. വിപണിയിൽ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വെയിറ്റ് രേഖപ്പെടുത്തുന്നത് നൂതന ആശയമാണെന്ന് മെറ്റ്ലീഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ ലാലും അരുൺ ലാലും പറഞ്ഞു. കസ്റ്റമർ കടയിൽ പോയിട്ട് ഷീറ്റ് വാങ്ങുന്നത് തിക്നെസ് നോക്കിയിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ തിക്നെസ് അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആരും തന്നെ ഉറപ്പുവരുത്താറില്ല. ഇവിടെ മെറ്റ്ലീഫ് ഇന്ത്യ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത് തിക്നെസ്സും അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള വെയിറ്റുമാണ്. ഓരോ ഷീറ്റും പുറത്തിറങ്ങുന്ന കൃത്യമായ വെയിറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഇത് തന്നെയാണ് മെറ്റ്ലീഫ് ഇന്ത്യക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പും. കേരള ലാൻഡ് റീഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സഹകരണവും ടൂറിസവും എന്ന വിഷയത്തിൽ വയനാട്ടിൽ സംഘടിപ്പിച്ച സെമിനാർ സമാപിച്ചു. സഹകരണ ടൂറിസം രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സഹകരണ സംഘങ്ങൾക്ക് പരിചയപ്പെടുത്തുക, സഹകരണ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നവംബർ 27 മുതൽ 4 ഘട്ടങ്ങളായി സെമിനാർ സംഘടിപ്പിച്ചത്. സഹകരണ ബാങ്കുകൾ നിലനിൽക്കണമെങ്കിൽ ടൂറിസം അടക്കമുള്ള മേഖലകളിലേക്ക് മാറി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് IT വ്യവസായിയായ ശ്രീധർ വെമ്പു. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി ആസ്ഥാനമായുള്ള സോഹ കോർപ്പറേഷന്റെ സ്ഥാപകനും CEOയുമായ ശ്രീധർ വെമ്പു യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമീണ മേഖലയിൽ നിന്ന് IT കുതിപ്പെന്ന സ്വപ്നമാണ്. ബംഗളൂരു നഗരത്തിന്റെ തിരക്കും ഡൽഹിയുടെ മലിനീകരണവും വെറുത്താണ് അദ്ദേഹം തമിഴ്നാടൻ ഗ്രാമത്തിൽ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ രാജ്യത്തെ IT-യുടെ തലസ്ഥാനവും ആസ്ഥാനവും എല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ ഇങ്ങനെയാവും: ബംഗളൂരു, തിരുവനന്തപുരം, ഹൈദരാബാദ്, നോയിഡ. ഈ നഗരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടും ബംഗളൂരു എന്ന പേരായിരിക്കും. എന്നാൽ ബംഗളൂരുവിലെ ട്രാഫിക്കിനെയും ഡൽഹിയിലെ മലിനീകരണത്തെയും വെറുക്കുന്ന ശതകോടീശ്വരനായ ഒരു IT സംരംഭകനുണ്ട്. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശമായ തെങ്കാശിയിൽ നിന്ന് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിയ സോഹോ കോർപ്പറേഷൻ CEO ശ്രീധർ വെമ്പു. ബംഗളൂരുവിൽ CNBC TV18ഉം moneycontrol.com ചേർന്ന് സംഘടിപ്പിച്ച ഗ്ലോബൽ AI കോൺക്ലേവിൽ സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ബംഗളൂരുവിനോടുള്ള തന്റെ അനിഷ്ടം ശ്രീധർ വെമ്പു വെളിപ്പെടുത്തിയത്. Yeah, thank you so much, Sridhar, for coming all the way from Tenkasi for the Global AI Conclave. Pleasure as always to listen to you. I'm glad to be in Bangalore always, sir. Huge round of applause. Beautiful weather too, sir. Thank you. Otherwise, Sridhar avoids Bangalore's traffic and Delhi's pollution, but so happy to see you. I come only in the night. I leave late at night, so I never see Bangalore traffic. By the time I arrive here, the traffic hasn't started yet. I leave only after the traffic hits. That's a good strategy. We'll do something similar. 187 ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യയിൽ അവരെല്ലാം പ്രവർത്തന മണ്ഡലമാക്കി മെട്രോ നഗരങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ഗ്രാമീണ വികസനത്തിന് പ്രയോക്താവെന്ന് കൂടി ഖ്യാതി കേട്ട ശ്രീധർ വെമ്പുവിന്റെ വേറിട്ട ജീവിതയാത്ര നമുക്കൊരു പാഠപുസ്തകമാകുന്നത്. 2019 തമിഴ്നാട്ടിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തെങ്കാശിയിൽ ശ്രീധർ വെമ്പു സോഹോയ്ക്ക് കളമൊരുക്കിയത്. പിന്നീട് ബംഗളൂരുവിൽ പോയതും വന്നതുമെല്ലാം നഗരം ഉറങ്ങുന്ന സമയത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രാത്രി ഏറെ വൈകിയായിരിക്കും എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനായി ബംഗളൂരുവിൽ എത്തുക. നഗരത്തിൽ നിന്നുള്ള മടക്കവും അതുപോലെ തന്നെ. അതുകൊണ്ട് ബംഗളൂരുവിലെ ട്രാഫിക് കാണേണ്ടി വരാറില്ല. താൻ ഇവിടെ എത്തുമ്പോൾ നഗരനിരത്തുകൾ തിരക്കിലായിട്ടുണ്ടാകാറില്ല. തിരക്കൊഴിഞ്ഞ ശേഷമാകും മടക്കം. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഇങ്ങനെയായിരുന്നു ശ്രീധർ വെമ്പുവിന്റെ മറുപടി. ഫോബ്സിന്റെ വിലയിരുത്തൽ പ്രകാരം ഇന്ത്യയിലെ 55ാമത്തെ ധനികനാണ് ശ്രീധർ വെമ്പു. $3.75 ബില്യൺ ആസ്തി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് 1968 ശ്രീധർ വെമ്പു ജനിച്ചത്. മദ്രാസ് IITയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ന്യൂജേഴ്സി പ്രിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MS-ഉം PhD-യും പൂർത്തിയാക്കി. അതിനുശേഷം കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ ക്യാൽകോമിൽ വയർലെസ് എഞ്ചിനീയറായി ചേരുകയായിരുന്നു. ഏറെക്കാലം ക്യാൽകോമിൽ ശ്രീധർ വെമ്പു നിന്നില്ല.
സ്വന്തം സ്ഥാപനം എന്ന ലക്ഷ്യത്തിൽ 2009 അഡ്വന്റ് നെറ്റ് എന്ന നെറ്റ്വർക്ക് എക്വിപ്മെന്റ് പ്രൊവൈഡർ കമ്പനി തുടങ്ങി. ശ്രീധറിനൊപ്പം 2 സഹോദരങ്ങളും ഈ തുടക്കത്തിന് കൂട്ടായി. 2009 അഡ്വന്റ് നെറ്റ് സോഹോ എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സർവീസ് ആയിരുന്നു കമ്പനിയുടെ മേഖല. 2019 വെമ്പു തന്റെ സംരംഭം തെങ്കാശിയിലെ മാതളംപാറയിലേക്ക് മാറ്റി. നഗരങ്ങളിൽ നിന്ന് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഗ്രാമങ്ങളിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് തെങ്കാശിയിൽ സോഹോയുടെ ആസ്ഥാനം ശ്രീധർ വെമ്പു സ്ഥാപിച്ചത്. ഇപ്പോൾ ആന്ധ്രയിലെ റെനിഗുണ്ടയിലും സോഹോയ്ക്ക് ഓഫീസുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ പരിശീലനവും നൽകുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസത്തിന് ബദലായി വൊക്കേഷണൽ കോഴ്സ് മാതൃകയിലാണ് ഇത്. ഇന്ന് സോഹോയുടെ വർക്ക് ഫോഴ്സിലുള്ള 20% എഞ്ചിനീയർമാരും കോളേജ് ബിരുദമില്ലാത്തവരാണ്. സോഹോ സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് ഇവർ. ഈ വിജയത്തിന്റെ ബലത്തിൽ 2020 റൂറൽ സ്കൂൾ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സോഹോ സ്കൂൾ മാതൃകയായിരുന്നു അത്. ലോകത്തിന് തന്നെ മാതൃകയായ വ്യാവസായിക വിപ്ലവത്തിനാണ് ശ്രീധർ വെമ്പു തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ തുടക്കമിട്ടത്. വൻ നഗരങ്ങളെക്കാൾ ഗ്രാമീണ മേഖലയിലെ തന്റെ പ്രവർത്തനം ഉപമകളില്ലാത്തതാണെന്നാണ് ശ്രീധർ വെമ്പു പറയുന്നത്. സ്വന്തം ബിസിനസ് വളർത്തുക മാത്രമല്ല, ഗ്രാമത്തിന്റെ ഓരോ സ്പന്ദനത്തിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ടെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗ്രാമത്തിൽ നടത്തിയ പരീക്ഷണം വിജയമായതോടെ തനിക്കൊരു മഹാനഗരത്തിലേക്ക് പോവുക എന്നത് തന്നെ കടുപ്പമുള്ള കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഗ്രാമത്തിലെ ഒരു പ്രഭാത സവാരി നൽകുന്നത് ദൈവികമായ അനുഭവമാണെന്നാണ് കുറച്ചുകാലം മുമ്പ് ഡെക്കാൻ ഹെറാൾഡിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ശ്രീധർ വെമ്പു പറഞ്ഞത്. ഗ്രാമത്തിന്റെ നന്മകളിൽ നിന്ന് പടുത്തുയർത്തിയ സോഹോ അങ്ങനെ IT ലോകത്തിന്റെ മികവുകളിൽ ഒന്നായി അടയാളപ്പെടുത്തുകയാണ്. പുതിയൊരു അനുഭവമായി. ഇനിയൊരു ബിസ്ക്കറ്റിന്റെ കഥയിലേക്കാണ്. പാർലേജി ബിസ്ക്കറ്റിനെ കുറിച്ച് വലിയ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. നമുക്കാർക്കും ആ ബ്രാൻഡ് അറിയാതിരിക്കത്തുമില്ല. അത്രമേൽ ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ് പാർലേജി. ഐസ്ക്രീം കച്ചവടക്കാരനായിരുന്ന മോഹൻലാൽ എന്ന സംരംഭകനാണ് പാർലേജി എന്ന ബ്രാൻഡിന് പിന്നിൽ. എല്ലാവർക്കും കഴിക്കാവുന്നതാകണം ഈ ബിസ്ക്കറ്റ് എന്ന മോഹൻലാലിന്റെ സ്വപ്നമാണ് ഇന്നും പാർലേജിയെ സാധാരണക്കാരന്റെ സ്വന്തം ബിസ്ക്കറ്റായി നിലനിർത്തുന്നത്. ബിസ്ക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരാണ് പാർലേജി. പാർലേജി എന്നാൽ പലർക്കും ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയ. ഈ ബ്രാൻഡിന്റെ വിജയത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്. മോഹൻലാൽ ദയാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാർലേജി ഇന്ന് കാണുന്ന നിലയിലേക്ക് എങ്ങനെ എത്തിയെന്നും ഈ പേര് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുമൊക്കെ നമുക്ക് വിശദമായി ഒന്നറിയാം. 1938 മോഹൻലാൽ ദയാൽ പാർലേജി എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡ് തുടങ്ങുന്നത്. അതുവരെ വിദേശത്ത് മാത്രം ജനപ്രിയമായിരുന്ന ബിസ്ക്കറ്റിനും കുക്കീസിനുമൊക്കെ ഇന്ത്യക്കാർക്കിടയിലും സ്വീകാര്യത ലഭിക്കുന്നതിന് അദ്ദേഹം കാരണമായിട്ടുണ്ട്. പാർലേജിക്ക് മുമ്പ് ഐസ്ക്രീം കച്ചവടത്തിൽ ഒരു കൈ നോക്കിയിട്ടുള്ള ആളാണ് മോഹൻലാൽ ദയാൽ. എന്നാൽ ഇന്ത്യയിൽ ബിസ്ക്കറ്റ് ബിസിനസിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും കഴിക്കാൻ സാധിക്കുന്നതായിരിക്കണം തന്റെ ബിസ്ക്കറ്റെന്നും അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ് സാധാരണക്കാരന്റെ ബിസ്ക്കറ്റായ പാർലേജിയുടെ ഉത്ഭവം. ഈ ബ്രാൻഡിന്റെ പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. പാർലേജിയിലെ പാർലെ മുംബൈയെ ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. മുംബൈയിലാണ് ഈ ബ്രാൻഡിന്റെ ഉത്ഭവം. ഈ ബിസ്ക്കറ്റിൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നതിനാൽ ഇതിനൊപ്പം ഗ്ലൂക്കോസിന്റെ ആദ്യ അക്ഷരമായ G കൂടി ചേർത്തു. പാർലേജിക്ക് ഇന്ത്യയിൽ താമസിക്കാതെ തന്നെ വ്യാപകമായ സ്വീകാര്യതയാണ് ലഭിച്ചത്. സ്വദേശി പ്രസ്ഥാനം രാജ്യത്ത് വളർച്ച പ്രാപിച്ചപ്പോൾ മോഹൻലാൽ ദയാലിന്റെ പാർലേജിയും അതോടൊപ്പം കൂടുതൽ വളർന്നു. രാജ്യത്ത് ഈ ബിസ്ക്കറ്റിന് ആവശ്യക്കാരേറി. 1960കളിലാണ് പാർലേജിക്ക് എതിരാളിയായി ബ്രിട്ടാനിയ എത്തിയത്. ബ്രിട്ടാനിയയിൽ നിന്ന് കടുത്ത മത്സരമാണ് പാർലേജിക്ക് നേരിടേണ്ടി വന്നത്. ഇതോടെ വിപണിയിൽ പുതിയ തന്ത്രം ആവിഷ്കരിക്കാൻ കമ്പനി നിർബന്ധിതരായി. തുടർന്നാണ് പാർലേജി ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. ഇത് പിന്നീട് ഒരു ഐക്കോണിക് ചിത്രമായി മാറി. അതൊരു വലിയ ചരിത്രവുമായി. പിന്നാലെ പാർലേജിയിലെ ജിയുടെ നിർവചനത്തിലും മാറ്റം വന്നു. ഈ G ഇന്ന് ജീനിയസ് എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. മൊണോക്കോ, ക്രാക്ക് ജാക്ക്, ഹൈഡ് ആൻഡ് സീക്ക് എന്നിങ്ങനെ പല പേരുകളും ഈ രംഗത്ത് പിന്നാലെ സ്ഥാനമുറപ്പിച്ചെങ്കിലും പാർലേജി തങ്ങളുടെ തനതായ വിപണി കണ്ടെത്തി. റീറ്റെയിൽ വിപണിയിൽ 5000 കോടിയുടെ വിൽപ്പന നേടിയ FMCG ബ്രാൻഡായി 2013 പാർലേജി മാറി. 2018നും 2020നും ഇടയിൽ ഏകദേശം 8000 കോടി രൂപയുടെ പാർലേജി ബിസ്ക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. മോഹൻലാൽ ദയാൽ എന്നയാളുടെ ദീർഘവീക്ഷണവും വിപണിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അറിവുമെല്ലാമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാട്ടാനകളുടെയും വന്യജീവികളുടെയും ശവപ്പറമ്പായിരിക്കുകയാണ് സിംബാബ്വേയിലെ വാങ് ദേശീയോദ്യാനം. കടുത്ത വരൾച്ചയാണ് കാരണം.
എൽനിനോ പ്രതിഭാസം മൂലം ചൂടേറിയതും കുടിക്കാൻ വെള്ളമില്ലാതായതും ആനകളടക്കം ദേശീയോദ്യാനത്തിലെ സകല ജന്തുജാലങ്ങളുടെയും അന്ത്യം കുറിക്കുകയാണ്. ഈ ദേശീയോദ്യാനത്തിൽ നിന്നുള്ള കാഴ്ചകൾ ലോകത്തിനാകെ നോവാണ്. സിംബാബ്വേയിൽ കടുത്ത വരൾച്ച ആനകളുടെ ജീവൻ എടുക്കുന്നു. ഇതുവരെ 110 ആനകളുടെ ശവപ്പറമ്പായി സിംബാബ്വേയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ വാങ് നാഷണൽ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ചരിഞ്ഞ ആനകൾ പലയിടത്തും അഴുകി തുടങ്ങിയെന്നും ഇത് മുതലെടുത്ത് ആനക്കൊമ്പ് മാഫിയ സജീവമായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കണക്കിലെടുത്ത് ചരിഞ്ഞ് അഴുകിത്തുടങ്ങിയ ആനകളുടെ കൊമ്പ് വന്യജീവി സങ്കേതം അധികൃതർ മുറിച്ചു മാറ്റുകയാണ്. 14,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് വാങ് ദേശീയോദ്യാനം. 40,000 ആനകളാണ് ഇവിടെ ഉള്ളതെന്നാണ് കണക്ക്. കൊടും ചൂടിനു ശേഷം കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ മഴ തുടങ്ങിയിട്ടുള്ളത് ജീവൻ ശേഷിക്കുന്ന ആനകൾക്ക് ആശ്വാസമാകും. മഴ വൈകിയതിനാൽ ഇവിടെ 40 ഡിഗ്രിയിലേറെ താപനില ഉയർന്നതാണ് ആനകളുടെ ജീവന് ഭീഷണിയായത്. പ്രായമേറിയതും തീരെ പ്രായം കുറഞ്ഞതും വിവിധ രോഗങ്ങളുള്ള ആനകളുമാണ് ചൂട് താങ്ങാതെ ചരിഞ്ഞതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വന്യജീവി സങ്കേതത്തിൽ ആഴമേറിയ നിരവധി കുളങ്ങളും ജലസംഭരണികളുമുണ്ട്. ഇവ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. ഇവയിൽ വീണും ചില ആനകൾക്ക് അന്ത്യം സംഭവിച്ചു. ഒരു ദിവസം ആനയ്ക്ക് കുടിക്കാൻ 200 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. വരൾച്ച രൂക്ഷമായതോടെ ഇതിന്റെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആദ്യമായല്ല സിംബാബ്വേയിൽ ഈ സാഹചര്യം ഉണ്ടാകുന്നത്. 2019 200-ലേറെ ആനകൾ ഇങ്ങനെ ചരിഞ്ഞിരുന്നു. ഇക്കുറി മഴ ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും വരൾച്ചയ്ക്ക് പരിഹാരമാകാത്തതിനാൽ കൂടുതൽ ആനകളുടെ അന്ത്യമുണ്ടാകാമെന്ന ആശങ്കയുമുണ്ട്. വാങ് ദേശീയോദ്യാനത്തിൽ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് നൽകുന്ന സൂചന. മൃഗങ്ങളുടെ എണ്ണം 2.25 ലക്ഷത്തിലേറെ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. മറ്റു മൃഗങ്ങളും ചൂട് താങ്ങാതെ വ്യാപകമായി ചത്തൊടുങ്ങിയിട്ടുണ്ട്. ദേശീയോദ്യാനത്തിൽ പലയിടത്തും ഇവ ചത്തഴുകിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വാങ് ദേശീയോദ്യാനം ഇപ്പോൾ വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ്. മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞു. ഏതാണ്ട് പലയിടങ്ങളും മരുഭൂമിക്ക് സമാനമായിരിക്കുകയാണ്. എൽനിനോ പ്രതിഭാസമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് വിശദീകരണം. സിംബാബ്വേയിലെ വാങ് മാത്രമല്ല, തെക്കൻ ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും സ്ഥിതി ഇതാണ്. വെള്ളം തേടി ആനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന സാഹചര്യവും പലയിടങ്ങളിലുമുണ്ട്. സിംബാബ്വേയിൽ നിന്ന് വെള്ളം തേടിയിറങ്ങിയ ആനകൾ വനാതിർത്തികൾ കടന്ന് തൊട്ടയൽ രാജ്യമായ ബോട്സ്വാനയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ തിളങ്ങിയ വർഷമാണ് കടന്നു പോകുന്നത്. ഓരോ നേട്ടവും ഇന്ത്യയിലെ ഓരോരുത്തർക്കും അഭിമാനിക്കാനേറെ വക നൽകുന്നതായിരുന്നു. ചന്ദ്രയാൻ മുതൽ ലോകരാജ്യങ്ങളുടെ ആകെ പ്രശംസ പിടിച്ചുപറ്റിയ G20 ഉച്ചകോടിയുടെ മികച്ച സംഘാടനം വരെ നിരവധി പ്രൗഢഗംഭീരമായ കാര്യങ്ങളുടെ പട്ടികയാണ് 2023 സംഭവിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2023 ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാൻ ഏറെ നിമിഷങ്ങൾ സമ്മാനിച്ച വർഷമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമെന്ന നേട്ടം മാത്രമല്ല, പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയെന്ന ചരിത്ര നേട്ടം കൂടി ഇന്ത്യ സ്വന്തമാക്കി. ICC പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കോടിക്കണക്കിന് ആരാധകരെ നിരാശരാക്കി ഇന്ത്യ ഫൈനലിൽ തോറ്റെങ്കിലും വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമെന്ന ഖ്യാതിയാണ് ഈ വർഷം ഇന്ത്യ സ്വന്തമാക്കിയത്. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹത്തിൽ സുരക്ഷിതമായി റോബോട്ടിക് പര്യവേഷം വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ 4ാമത്തെ രാജ്യമെന്ന നേട്ടവും ഇതിനൊപ്പം ഇന്ത്യ നേടി. US, ചൈന, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മേധാവി S. സോമനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സുവർണ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത്. ഇന്ത്യ പുതിയ ചരിത്രം സൃഷ്ടിച്ചതായി ചന്ദ്രയാൻ ദൗത്യം വിജയകരമായതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2023 സെപ്റ്റംബറിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ G20 സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വൻ വിജയമായിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങി ലോക നേതാക്കളെയെല്ലാം ഉച്ചകോടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നു. G20 ഗ്രൂപ്പിൽ ആഫ്രിക്കൻ യൂണിയനെ കൂടി ചേർക്കാൻ ഇന്ത്യ മുൻകൈയെടുത്തു. ഇതോടെ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ മാറി. യൂറോപ്യൻ യൂണിയന് ശേഷം G20 ബ്ലോക്കിൽ സ്ഥിര അംഗമാകുന്ന 2ാമത്തെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ 55 അംഗ സംഘം. ഉച്ചകോടിക്കിടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് മെഗാ സാമ്പത്തിക ഇടനാഴിയും പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭകളിലെയും ആകെ സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്ക് സംവരണം നൽകുന്ന ബില്ല് ലോക്സഭ പാസാക്കി. നാരീശക്തി വന്ദൻ അധിനിയം എന്ന് അറിയപ്പെടുന്ന ഈ നിയമനിർമ്മാണം രാഷ്ട്രീയ രംഗത്തേക്ക്
ലിംഗസമത്വം കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പിന്നീട് അംഗീകാരം നൽകിയതോടെ രാജ്യസഭയും ബില്ല് ഏകകണ്ഠമായി പാസാക്കി. അടുത്ത സെൻസസിനും തുടർന്നുള്ള അതിർത്തി നിർണയത്തിനും ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. ലോക്സഭ, നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിന് ശേഷമായിരിക്കും ഏതൊക്കെ സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. നവംബറിൽ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ നടന്ന രക്ഷാപ്രവർത്തനമാണ് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയ മറ്റൊരു സംഭവം. സിൽക്യാര തുരങ്കത്തിന്റെ നിർമ്മാണത്തിനിടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 41 തൊഴിലാളികളാണ് കുടുങ്ങിയത്. 17 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന് ശേഷം 41 പേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർക്ക് കഴിഞ്ഞു. മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സ്വാശ്രയ ഇന്ത്യയുടെ തെളിവ് എന്നാണ് ഈ നേട്ടത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് 1.4 ബില്യൺ ഇന്ത്യക്കാരുടെ സ്വപ്നമാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമാണിത്. ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. 95ാം ഓസ്കാർ പുരസ്കാര വേളയിലും ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുകയായിരുന്നു. SS രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനത്തിന് മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള പുരസ്കാരവും നേടി. കാർത്തികി ഗോൺസ്ലേവിസിന്റെ ഡോക്യുമെന്ററിയായ ദ എലിഫന്റ് വിസ്പേഴ്സും മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി. ഈ 2 പുരസ്കാരങ്ങളും ഇന്ത്യയിലേക്ക് എത്തുന്നത് ആദ്യമായാണ്. ഓഗസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി ആദ്യ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമായി നീരജ് ചോപ്ര മാറി. പാകിസ്ഥാന്റെ അർഷാദ് നദീമിനെ മറികടന്ന പുരുഷന്മാരുടെ ജാവ്ലിനിൽ നീരജ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഇന്ത്യക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തിയ നീരജ് 88.17 മീറ്റർ ദൂരം താണ്ടിയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത്. ഡയമണ്ട് ലീഗിലും നീരജ് ഫൈനലിൽ കടന്ന ചരിത്രം സൃഷ്ടിച്ചു. ജനുവരിയിൽ നടന്ന വനിതകളുടെ അണ്ടർ 19 T20 ലോകകപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ കിരീടമണിഞ്ഞു. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇന്ത്യയുടെ വനിതാ താരങ്ങൾ സ്വന്തമാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ 100ൽ പരം മെഡലുകൾ നേടി ഇന്ത്യ 2023 പുതുചരിത്രം രചിക്കുകയായിരുന്നു. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കല മെഡലുകൾ എന്നിങ്ങനെ കരസ്ഥമാക്കിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ റിവർ ക്രൂയിസ് MV ഗംഗ വിലാസ് ജനുവരിയിൽ ഇന്ത്യ നീറ്റിലിറക്കി. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കപ്പൽ ഉദ്ഘാടനം ചെയ്തത്. തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആഡംബര കപ്പലിൽ 3 ഡെക്കുകളും 18 സ്യൂട്ടുകളുമുണ്ട്. 36 പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ആഡംബര കപ്പലിൽ ഒരാളുടെ ചെലവിന് 20 ലക്ഷം രൂപയാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. വയനാട് വാഗേരിയിൽ വീണ്ടും കടുവാ സാന്നിധ്യമുണ്ടായിരിക്കുന്നു. പശുക്കിടാവിനെ കടിച്ചു കൊന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. ജിൻസ് തോട്ടുംകുര വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ്, വീണ്ടും ആശങ്കയിലേക്കാണോ കാര്യങ്ങൾ? കടുവാ സാന്നിധ്യമുണ്ട്, വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. രഞ്ജിനി, മാസങ്ങളായി കടുവാ ഭീതി തുടരുന്ന മീനങ്ങാടിയിലാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായത്. മീനങ്ങാടി CCയിലാണ് ഒരു പശുക്കിടാവിനെ കടുവ കൊന്നത്. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് ഈ കടുവ പൂർണ്ണമായും ഭക്ഷിച്ചത്. ഈ പ്രദേശത്ത് മുൻപും കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനിടയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കടുവയെ പിടികൂട്ടണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും പിന്നീട് കടുവയെ പിടികൂടാനാവാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം മാസങ്ങളായി പിന്നെയും ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് വീണ്ടും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോൾ വനംവകുപ്പ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. ഈ സുരേന്ദ്രൻ ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഈ തൊഴുത്തിൽ പശുവിനെ കാണാതാവുകയായിരുന്നു. അതിനിടയിൽ തെരഞ്ഞു നോക്കിയപ്പോഴാണ് ഈ പശുക്കിടാവിനെ കടുവ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും വനംവകുപ്പ് ഇത് കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ഭാഗത്ത് പരിശോധന തുടരുകയാണ്. രഞ്ജിനി, വീണ്ടും ആശങ്കയുണ്ടാകുന്നു. വയനാട് വാഗേരി ഭാഗത്ത് വീണ്ടും കടുവാ സാന്നിധ്യം, ഒരു പശുക്കിടാവിനെ കടിച്ചു കൊന്നിരിക്കുന്നു. ജിൻസ് തോട്ടുംകരയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
പരിപാടി മന്ത്രിസഭയിലെ